ചവിട്ട് നാടകം ടീമാണ് എനിക്കപ്പോൾ ഒരു ടീമല്ല, രണ്ട് ടീം എനിക്ക് ഇടതും വലതുമായിട്ട് നിൽക്കുന്നുണ്ട്. ടീം നിൽക്കുന്നു എന്ന് മാത്രമല്ല, പ്രത്യേക സ്നേഹ അവിടെ പറഞ്ഞു സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ നൈരാശ്യം നിരാശയാണ് അവർ പങ്കുവച്ചതെങ്കിൽ ഇവിടെ കളിച്ച് അടിപൊളിയായി കളിച്ച് വന്ന മക്കളാണുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, നന്നായി പെർഫോം ചെയ്തോ? കാസർഗോട്ട് ഏതാ സ്കൂളിന്റെ പേര് പറഞ്ഞേ? എല്ലാ വർഷവും വരുന്നതാണോ? പെട്ടെന്ന് പേര് പറഞ്ഞു. അനാമിക, ആര്യ, അർച്ചന, ദിൽന, അനന്തഗോപാൽ, ശ്രീനന്ദ, അവന്തിക, ദിയ, ദേവനന്ദ. ഇപ്പോഴത്തെ ചെറുതായിട്ട് മാറ്റമുണ്ട്, കാരണം ഇവര് അടുത്ത ടീമാണ് മലപ്പുറത്ത് നിന്നാണ് അല്ലേ? സ്കൂൾ ഏതാ? നിങ്ങളും ആദ്യമായിട്ടാണോ അത് വരാറുണ്ട് എല്ലാ വർഷവും? ഇത്തവണ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായി ചെയ്തോ? ചവിട്ടി തകർത്തോ സ്റ്റേജ്? പേര് പറ മോളെ. അനുലക്ഷ്മി, ഹിമ, സാന്ദ്ര, ദേവിക, ശിവാനി, കൃഷ്ണ, അവന്തിക, അനുശ്രീ, ശൃംഗ, ആവണി. ഓക്കെ, അപ്പൊ ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത്. ആദ്യം ഈ ടീമല്ലേ കാസർഗോട്ടുകാർ ആദ്യം കളിക്കട്ടെ, അവരല്ലേ വടക്കും തുടങ്ങും ആദ്യം. അപ്പൊ കാസർഗോട്ടുകാർ 2 സ്റ്റെപ്പ് വെച്ച് നമ്മളെ കാണിച്ചു തരും, അതിനുശേഷം മലപ്പുറത്തേക്ക് വരാം. ഓക്കെ, റെഡി? ഈ ചവിട്ടുനാടകത്തിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാരും ഒന്നിച്ചണിനിരന്ന് മംഗളം പാടി വിട ചോദിക്കുന്നു. ആദി അന്താമില്ലോനെ ആനന്ദ കടവുള്ളോനെ, ആദി അന്താമില്ലോനെ ആനന്ദ കടവുള്ളോനെ, ആനന്ദ കടവുള്ളോനെ യാതി പരാപരനെ, ആനന്ദ കടവുള്ളോനെ യാതി പരാപരനെ, ഈശൽ അരുൾ പുരിന്ത ഈനാദയേയകറ്റ, ഈശൽ അരുൾ പുരിന്ത ഈനാദയേയകറ്റ, ഈനാദയേയകറ്റ ഇനിയാരുൾ വര. അടിപൊളി അടിപൊളി, സമയക്കുറവുള്ളതുകൊണ്ട് കേട്ടോ പൊളിച്ചു, അടിപൊളി ചൂടാ. മലപ്പുറംകാർ തുടങ്ങുമല്ലേ? വായോ. കഴിച്ചിട്ടില്ല, കഴിച്ചു നോക്കണല്ലേ? ഓക്കെ, പാട്ട് പാട്ട് റെഡി റെഡി റെഡി. എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മംഗളം പാടുന്നു. കലയുടെ കളിയരങ്ങിൽ കനകക്കതിരഴകൊഴുക്കി, കലയുടെ കളിയരങ്ങിൽ കനകക്കതിരഴകൊഴുക്കി, കഥയൊന്ന് പാടിയാടി അരങ്ങൊഴിയാൻ നിരന്നിടുന്നു, കഥയൊന്ന് പാടിയാടി അരങ്ങൊഴിയാൻ നിരന്നിടുന്നു. തന്നനായി താനനായി താനായി താനനായി തന്നനായി താനനായി താനായി താനനായി തന്നനായി താനനായി താനായി താനനായി തന്നനായി താനനായി താനായി താനനായി താം തെയ്യത്താം പരപകത്തികപകത്താം അംഗത്തെ കിടത്തും അംഗത്തെ കിടത്തും അതിന്തകത്തും കണ്ണി മൈക്കാതെ കണ്ട് പരമരുളിയ ഗുരുവരരെ, കണ്ണി മൈക്കാതെ കണ്ട് നിലത്ത് കാല് വെക്കാതെ തുള്ളിക്കൊണ്ടേ ഇരിക്കും അല്ലേ? അതല്ലേ ചവിട്ടുനാടകത്തിന്റെ പ്രത്യേകത. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇവര് അങ്ങനെ തുള്ളിക്കൊണ്ട് ചാടിക്കൊണ്ട് ചവിട്ടുനാടകം അടിച്ചു പൊളിച്ച് ആടി തിമിർത്ത് വന്നവരാണ്. ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് പോണ്ടേ? അപ്പൊ ഓക്കെ, താങ്ക് യു. മലപ്പുറത്തേക്ക് അവർ തിരിച്ചു പോവാണ്. അപ്പൊ ഈ കാഴ്ചകളാണ് എന്തായാലും കലോത്സവത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റങ്ങളൊക്കെ ഇന്നിങ്ങനെ പല വേദികളിലായി ഇറങ്ങിയേറിക്കൊണ്ടിരിക്കുന്നു. കരുത്തുറ്റ കനത്ത പോരാട്ടം നടക്കുന്നു, അതേസമയം ഉത്സവമായി കൊണ്ടാടുകയും ചെയ്യുന്നു തിരുവനന്തപുരവും.